പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കുന്ന തോരനാട്ടോ. തോരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ക്യാപ്സിക്കം തോരനാണ്, നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കം തോരൻ വെച്ചാൽ. അപ്പോൾ ക്യാപ്സിക്കം തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ള വെള്ള ഭാഗം, ആ കട്ടിയുള്ള ഭാഗം എല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുത്ത ശേഷം നമുക്കധികം കനമില്ലാതെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ തോരൻ വയ്ക്കാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് അരപ്പായിട്ട് എടുത്തേക്കുന്ന ഒരു 3-4 സ്പൂൺ തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, ഒരു ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു, കരിയാപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം പെട്ടെന്ന് ക്യാപ്സിക്കം വെന്ത് വരും കേട്ടോ, അധികം നേരം ഒന്നും വേണ്ടേ. ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. കൂട്ടി ഇളക്കണ്ട, ആവി കയറിയ ശേഷം മാത്രം നമുക്ക് കൂട്ടി ഇളക്കിയാൽ മതിയേ. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച ശേഷം ആവി കയറിയ ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതുവരെയും ക്യാപ്സിക്കം തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് കേട്ടോ ക്യാപ്സിക്കം തോരനെ. അപ്പം ദാണ്ട് ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം, വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുതേ. അപ്പം ഇതിൽ നിന്നുള്ള ആ ആവി കൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്ന് ഒരുപാട് കുഴഞ്ഞ് വേവിക്കുകയും ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ 1-2 പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കിയെടുക്കണം. ഇപ്പോഴാട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്, 1/4 ഭാഗം ആയ ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ. അപ്പം ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ സവാളയിലെ വെള്ളം എല്ലാം ഇറങ്ങി ഒരു വെള്ളമയത്തിൻ്റെ ഇത് വരുവേ. അപ്പം എല്ലാം വെന്ത ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ, ആ വെള്ളത്തിൻ്റെ അംശമൊന്നും കാണത്തില്ല. ഇപ്പോൾ വേണ്ട നമ്മുടെ ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ തോരൻ വയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ, താങ്ക്